ഇന്ന് ലീഡേഴ്സ് മോർണിംഗിലേക്ക് നമ്മുടെ അതിഥി അത് മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജയന്തി രാജനാണ്. ശ്രീമതി ജയന്തി, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ശ്രീമതി ജയന്തി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു ചരിത്ര നിയോഗമാണ്, ഒരു ചരിത്രമൊക്കെ സൃഷ്ടിച്ച് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എനിക്കറിയാം ഒരു ക്ലീശേ ചോദ്യമാണെന്ന്, പക്ഷേ ഇതല്ലാതെ ചോദിക്കാൻ നിർവാഹമില്ല. പുതിയ ഉത്തരവാദിത്തം അത് എത്രത്തോളം വലുതാണ് എന്ന് തോന്നുന്നു? താങ്ക് യു സേതുലക്ഷ്മി. പുതിയ ഉത്തരവാദിത്തം വളരെ അഭിമാനത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊരു ചരിത്ര നിമിഷം കൂടിയാണ്. ആദ്യമായി ദേശീയ കമ്മിറ്റിയിലേക്ക് വനിതകളെ എടുത്ത കൂട്ടത്തിൽ എനിക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവനിയോഗമായും പാർട്ടിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുമുണ്ട്. ശ്രീമതി ജയന്തി, ഇപ്പോൾ ലീഗ് എല്ലാ കാലത്തും പഴികേട്ടിട്ടുള്ളത് ഈ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം വനിതകൾക്ക് ലീഗ് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നൊരു കമന്റ് എനിക്കില്ല. പക്ഷേ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ വനിതകൾക്ക് പ്രാതിനിധ്യം ലീഗ് നൽകുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു സംശയം. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം ഞാൻ മുന്നിൽ ഇരിക്കുകയല്ലേ. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ജനാധിപത്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഐഡിയോളജി എന്നുള്ളത്. അവിടെ സ്ത്രീയെയും പുരുഷനും ഒരുപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം തുടർന്ന് എല്ലാ കാലത്തും എനിക്ക് ആവശ്യത്തിലേറെ അംഗീകാരം തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. സ്ത്രീ എന്നുള്ള ഒരു പരിഗണന, അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒരിക്കലും പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ അരികവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്ക ന്യൂനപക്ഷവും സ്ത്രീകളുമൊക്കെ ഒരുപോലെ മുസ്ലിം ലീഗിനകത്ത് അംഗീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് അങ്ങ് ലീഗിലേക്ക് വരുന്നത്. ഇപ്പോൾ അവിടെയാണെങ്കിലും ഒരു വളരെ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ലീഗിലേക്ക് വരുന്നു. അത് നോക്കുകയാണെങ്കിലും ലീഗ് അവിടെ ഒരു ശക്തി കേന്ദ്രം പോലും ആയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അങ്ങ് ലീഗ് പോലൊരു പാർട്ടി തന്നെ തിരഞ്ഞെടുത്തത്? എൻ്റെ നാടെന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ വനത്താൽ ചുറ്റപ്പെട്ട ഇരുളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. വളരെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ ലീഗിൻ്റെ രാഷ്ട്രീയ വഴികളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നെ ആകർഷിച്ചിട്ടുള്ളത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ നിലയിൽ നമ്മൾ സാധാരണ രാഷ്ട്രീയം മനുഷ്യർ കാണുന്നൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യരെ, അരികവൽക്കരിക്കപ്പെട്ടവരെ, പിന്നോക്ക ന്യൂനപക്ഷങ്ങളെ, വനിതകളെ എല്ലാവരെയും ജാതി മത വ്യത്യാസമില്ലാതെ ചേർത്ത് നിർത്തി ഒരുമിച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രചോദനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് എന്നെ ലീഗ് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CH സെൻ്ററുകൾ പോലെ, PTH പൂക്കോയ തങ്ങൾ ഹോസ്പേസ് പോലെ, ബൈത്ത് റഹ്മ പോലെ അനേകം പ്രോജക്റ്റുകൾ, ഒരു ഗവൺമെൻറ് നടത്തുന്നത് പോലെയുള്ള അനേകം പ്രോജക്റ്റുകൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ പാർട്ടിയിൽ മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും അവർക്കാവശ്യമായ നമ്മളെ ആവശ്യമുള്ള ആളുകൾക്കടുത്ത് എത്തുക എന്നുള്ള ഒരു പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകരും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് എന്നെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് അങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലും അങ്ങ് സജീവമാണ്. ഇപ്പോൾ ചേലക്കരയിലെ സീറ്റൊക്കെ ലീഗിന് കിട്ടുകയാണെങ്കിൽ അങ്ങേ അവിടെ പരിഗണിക്കുക പോലും ചെയ്തിരുന്നതൊക്കെയാണ്. ഈ പുതിയൊരു നിയോഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു റോളിലേക്കൊക്കെ വരുമ്പോൾ ആദിവാസി വിഭാഗങ്ങൾ നമുക്കറിയാം ഇപ്പോഴും ഒരുപാട് തരത്തിൽ പല ചൂഷണങ്ങളും പല അവഗണനകളും ഒക്കെ നേരിടുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതിനൊക്കെ തന്നെയാകുമോ അങ്ങേക്കും പ്രാഥമിക പരിഗണന? പട്ടികജാതി പട്ടികവർഗ വിഭാഗമല്ല, വയനാട്ടിലെ മറ്റ് പിന്നോക്ക വിഭാഗമാണ്. മുൻകാലങ്ങളിൽ വയനാട്ടിൽ ആദ്യ കാലഘട്ടം മുതൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് എൻ്റെ സമുദായം. എന്നെ സംബന്ധിച്ച് അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക ജനതയെ, ദളിത് വിഭാഗത്തെ, ഞാൻ മുസ്ലിം ലീഗിൻ്റെ ദളിത് ലീഗിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും വനിതാ വിഭാഗത്തിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക,
പിന്നെ ലീഗിൻ്റെ ഒരു ഐഡിയോളജിയുടെ ഭാഗം കൂടിയാണിത്. KP രാമൻ മാഷും UC രാമേട്ടനും AP ഉണ്ണികൃഷ്ണേട്ടനും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള വലിയ നേതാക്കന്മാരാണ് ലീഗിലെ. ജനറൽ സീറ്റുകളിൽ MLA പോസ്റ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജനസമൂഹത്തിന് നന്മ ചെയ്യാൻ പാർട്ടി കണ്ടെത്തിയ ആളുകളാണ്. അത്തരത്തിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തി വയനാട് ജില്ലയിലാണെങ്കിൽ ജനറൽ സീറ്റിലാണ് A ദേവകി പ്രസിഡൻ്റായി ജില്ലാ പഞ്ചായത്തിൻ്റെ വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അനേകം പേര് ലീഗിനകത്തുണ്ട്. ഇനിയും അനേകം പേര് ലീഗിനകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് നിർത്തി ഒന്നിച്ച് ജാതിമത വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ മനുഷ്യ വന്യജീവി സംഘർഷം അത് മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതലാണ്. ശ്രീമതി ജയന്തി, ഇപ്പം അത് മലയോര മേഖല പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്നത് വയനാടാണ്. ഈ വർഷത്തെ കണക്ക് മാത്രം, മരണനിരക്ക് മാത്രം നോക്കിയാൽ അറിയാം അത് എത്രത്തോളം ഭയാനകമാണ്. അത് ഇന്നലെ കൂടി അങ്ങനെ ഒരു മരണം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലീഗിൻ്റെ ഒരു തീരുമാനം? മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ എല്ലായിടത്തും വന്യജീവി സംഘർഷമുണ്ട്. അത് പ്രകൃതിയുടെ തന്നെ ഒരു ഇതായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യരുടെ ജീവൻ മൃഗങ്ങളുടെ ജീവനേക്കാൾ വലുതാണ്. പാർട്ടിയും ആ ഐഡിയയിൽ തന്നെയാണുള്ളത്. ജനങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പദ്ധതികൾ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുക, അതനുസരിച്ച് ഗവൺമെൻറ്റുകൾ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. പാർട്ടി എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ്. ഈ സംവിധാനങ്ങളെ ഭരണ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശ്രീമതി ജയന്തി, ഇനി അവസാനമായി ഇപ്പോൾ കൂടുതൽ വനിതകൾ ഇനിയും ലീഗിൻ്റെ തലപ്പത്തേക്ക് വരട്ടെ. ലീഗ് വനിതകളെ പിന്തുണയ്ക്കാത്ത അല്ലെങ്കിൽ വനിതകളെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നവർക്കോട് താങ്കൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? അത് തെറ്റിദ്ധാരണയാണ്. എൻ്റെ പ്രിയങ്കരിയായ സഹപ്രവർത്തകർ ഡോക്ടർ കമറുന്നീസ അൻവർ, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, അഡ്വക്കേറ്റ് പി കുൽസു അടക്കമുള്ള നിരവധി വനിതകൾ, അങ്ങനെ ഒരു നീണ്ട നിര വനിതാ ലീഗിനകത്തുണ്ട്. അവരുടെ നിറഞ്ഞ പിന്തുണയാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് തന്ന സപ്പോർട്ടാണ് ഈ ദേശീയ കമ്മിറ്റി വരെ എത്താൻ എനിക്ക് സഹായമായിട്ടുള്ളത്. തുടർന്നും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നെ ഒരിക്കലും അവർ വേർതിരിച്ച് കണ്ടിട്ടില്ല. അതുപോലെ മുസ്ലിം ലീഗും ഒരിക്കലും സ്ത്രീകളെ വേർതിരിച്ച് കണ്ടിട്ടില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വനിതകൾക്ക് ആവശ്യമായ പരിഗണന എന്നും ലീഗ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളും ലീഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വരും കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം പാർട്ടി അനുയോജ്യമായ തീരുമാനമെടുക്കും. ഓക്കെ, വളരെയധികം സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്. എനിക്കറിയാം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുകയാണെന്നറിയാം. അതിനിടയ്ക്കും നമുക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിനും ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ലീഗിൻ്റെ തലപ്പത്തേക്ക് ഇനി ഒത്തിരി 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 വനിതകൾ വരട്ടെ. ഇങ്ങനെ വനിതകൾ വരുന്നത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനവുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് അങ്ങക്ക്. നന്ദി സേതുലക്ഷ്മി.